കേട്ടിട്ടുണ്ടാവും, അത്ര അപൂർവമൊന്നുമല്ല. പക്ഷേ 8 വയസ്സുകാരിയുടെ പോത്ത് സവാരി അതൊരു കൗതുകമാണ്. കോഴിക്കോട് പുനത്ത് തെക്കയിൽ നൗമികയും സഹോദരൻ അനജ് ലാലുമാണ് കൃഷിയും മൃഗസംരക്ഷണവും ഒക്കെയായി മാതൃകയാകുന്നത്. കർഷകനല്ലേ മേഡം, കൃഷിക്കാരെ തേടി ഇറങ്ങിയതാണ്. അപ്പോൾ കയ്യിൽപ്പെട്ടത് ഒന്നാം തരം മുറേ ക്രോസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പോത്തിനെ. ആനച്ചന്തത്തോടെയാണ് 8 വയസ്സുകാരി നൗമിയയുടെ പോത്തു സവാരി. തല ഉയർത്തിപ്പിടിച്ച് ചിലപ്പോൾ കിടന്ന് കളിക്കൂട്ടുകാരനായ പോത്തിനൊപ്പം ചേട്ടനാണ് കൂട്ട്. പോത്തിന്റെ പുറത്തുള്ള സവാരി നമ്മളെ സംബന്ധിച്ച് കൗതുക കാഴ്ചയാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഇത് നിത്യ സംഭവം കൂടിയാണ്. അല്പം കുസൃതിയുണ്ടെങ്കിലും കുഞ്ഞനുജത്തി നൗമിയെ അനജ്ലാലിന്റെ ജീവനാണ്. പോത്ത് സവാരി പഠിപ്പിച്ചതും അനജ്ലാൽ. പോത്ത് വളർന്ന് മുഴുത്തതോടെ എത്തുന്ന കച്ചവടക്കാരെ ഓടിച്ചു വിടുന്നതും നൗമിക. അത് ഞങ്ങളടുത്ത് നല്ലോണം ഇണങ്ങി ഇഷ്ടം ഞങ്ങളെ വിൽക്കുമ്പോൾ ഒരു ഇത് വരുന്നില്ലെങ്കിൽ അവരോട് അറിയിപ്പാൻ വെക്കൂല. അനജിന് മൃഗസംരക്ഷണത്തിന്റെ ശാസ്ത്രീയ പാഠങ്ങൾ അറിയാം. തീറ്റ മുതൽ രോഗശുശ്രൂഷകൾ വരെ. ഏകദേശം 2 കൊല്ലത്തോളാനായി. പോത്തിന് ജസ്റ്റ് ക്രേസിന് വാങ്ങി പോയിട്ടാ. അങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് രാവിലെ അഴിച്ച് പറമ്പിലേക്ക് കെട്ടും. ഇപ്പോൾ വേനലായ ടൈമിന് ആലയെ തന്നെ ഇട്ട് പുല്ല് കൊടുക്കലേനു, വൈക്കോലിട്ട് കൊടുക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഈ കാഫ് സ്റ്റാർട്ടറും പരുത്തിയോ അതേപോലെ ഉഴുന്നിൻ്റെ തോലും കൂടി മിക്സ് ചെയ്തിട്ട് അത് കൊടുക്കും. ഈ സപ്ലിമെൻറ്റ്സും ലിവർ ടോണിക്കും ഗ്രോയി പ്ലസും പിന്നെ ബയോബ്ലൂം എന്ന് പറഞ്ഞൊരു പൗഡർ ഉണ്ട്, കാൽസ്യം പൗഡർ. അതും എല്ലാം കൂടി ഏഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിന് കയറണം. അപ്പോൾ വീട്ടിൽ പിന്നെ ഫലവർഗ്ഗങ്ങളായിട്ട് മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ചെറിയ ടൈപ്പ് കുറച്ച് നാടൻ കോഴികളുണ്ട്, പിന്നെ അമേരിക്കൻ സിൽക്കി എന്ന് പറഞ്ഞ ടൈപ്പ് കുറച്ച് കോഴികളുണ്ട്. അവരാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത്. അത് ഞാൻ വാങ്ങിയ ടൈം മുതലേ കയറലുണ്ട് ഈ വെള്ളത്തിൽ നിന്ന് കുളിപ്പിക്കുമ്പോഴൊക്കെ. പിന്നെ ഓനത് ശീലമായി. മോളെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ റോഡും വന്ന് പുറത്ത് കയറ്റാറുണ്ട്. ആലയിലേറ്റവും എന്നിട്ട് അവിടെ ഇറങ്ങല. നമ്മളുള്ളപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്ത് കയറിയ പൊതുവെ ആൾ കാമാണ്. അല്ലാതെ ടൈം ഇങ്ങനെ വികൃതി കളിച്ചാലും പുറത്ത് കയറി കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇനി അനങ്ങാണ്ട് നിൽക്കും. കുട്ടി കർഷകനായ അനജിന് പെറ്റ്സ്, കോഴി തുടങ്ങിയ കൃഷി കൂടിയുണ്ട്. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ പോത്തിനെ കൈവിടേണ്ടി വരുമെന്നതും അനജിനെ വലയ്ക്കുന്നു. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതൽ തന്നെ നമുക്കറിയാം. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ യുവതലമുറ ഈ കാർഷിക വൃത്തിയിൽ നിന്നും മൃഗസംരക്ഷണത്തിൽ നിന്നും വഴിമാറി പോകുമ്പോഴാണ് 2 സഹോദരങ്ങൾ ഇപ്പോഴും മൃഗസംരക്ഷണവും കൃഷിയുമായി മുന്നോട്ട് വരുന്നത്. അത് വളരെ അഭിനന്ദനീയമായ കാര്യം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.